അല്ല ഗൈസ്, ഇന്ന് നമ്മൾ വേറൊരു ഗെയിമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇരിക്കുക. ഇതാണ് ഈ നമ്മുടെ ഗെയിം, ലേയേഴ്സ് ഓഫ് ഫിയർ 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ പോണേ. ഓക്കെ ഗൈസ്, ഇത് നൈസായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം, ഗെയിം കൊള്ളാം. ഇതൊക്കെ എന്താ ഇത് കിട്ടിക്ക്. ഇതാണ് ഈ കൺട്രോൾ ചെയ്യാനേ ഇത്തിരി പാടാണ്. ഇതൊന്നും തുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ലാഗ് ഉണ്ടാവും കേട്ടോ ഗീസ്, അതൊന്ന് സഹകരിക്കുക. എൻ്റെ ഇതിനകത്ത് ഇതിടാൻ പറ്റില്ല ഗീസ്, അത് ചെറിയ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എങ്ങനെ പോകുന്നു? എടാ, നമ്മുടെ കയ്യിൽ 6 ഓക്കെ, നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ്. ഓക്കെ, നല്ല ലാഗുണ്ട് ഗീസ്. ഓക്കെ, ഇപ്പോൾ ചെറിയ ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ വല്ല ഇതും വേണോ? ചിന്ത വേണ്ടേ? എന്തായാലും 1,400 മില്യൺ സെറ്റ് ഗൈസ്, തുറന്നു. നമ്മുടെ അടുത്താണ് ഇവന്മാരുടെ കളി. ഇത് കറക്റ്റ് ഇവിടെ കൊണ്ടുവച്ച്. അയ്യോ ഗൈസ്, കൊള്ളാം. ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് സൗണ്ട് എൻ്റെ അച്ഛനും സംസാരിക്കുന്നതാണ്. ഓക്കെ, ഒന്ന് ഷെയ്മൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തോ ഒരു ഇത് കാണിച്ചോ, ഇത് BCTO എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് ഗീസ്. ഓക്കെ, എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് കുറച്ച് സൗണ്ടൊക്കെ കുറച്ച് വെക്കാം. ഓക്കെ, പ്രശ്നമാണ്. നമുക്ക് ഇവിടെ സ്ലീപ്പ് ചെയ്യണം. വേറെ ഒന്നും ഇങ്ങോട്ടേക്കാകുമ്പോൾ പോകണം. ഓക്കെ, നമുക്കിതങ്ങ് എടുക്കാം. ഓക്കെ, ഇതെന്താ ചെയ്യണ്ടേ? നമുക്ക് ഉറങ്ങണോ? അത് ഇവിടെ എന്തോ കാണിച്ചിട്ടുണ്ടല്ലോ. സോ ലോങ് ഐ ഹാവ് സ്ട്രഗിൾഡ് എന്ന് വായിച്ച ഇതെന്നാന്നറിയാം ഗീസ്, ഇത് വലിയൊരു ഇതാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇത് തീർക്കാനായിട്ട്. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇത് ഇച്ചിരി എന്തോ വിയറളായിട്ടാണ് തോന്നുന്നത്. എൻ്റെ എല്ലാ ഹോപ്പുകളും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകണമെന്നാണ് ഓക്കെ, അവിടെ നിന്ന് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തൊരു സാധനം കൂടെ കാണിക്കണ്ടല്ലോ. ഇത് തുറക്കണമെങ്കിൽ ഡെയിലി ഡിസ്പാച്ച് ടെലിഗ്രാം എന്തോ ഹോപ്പ് യു സെറ്റിൽഡ് ഇൻ ആൾറൈറ്റ്. റിമെമ്പർ വാട്ട് വി ടോക്ക്ഡ് അബൌട്ട്. ഫോക്കസ് ഓൺ വാട്ട് യു ഡു ബെസ്റ്റ്. ഗോ ടു ദാറ്റ് സ്പെഷ്യൽ പ്ലേസ് ഓഫ് യുവേഴ്സ്. ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. ബിൽഡ് ദ ക്യാരക്ടർ. ട്രസ്റ്റ് മീ, ഇറ്റ്സ് വിൽ വർത്ത് ഇറ്റ്. കീപ്പ് ഇൻ ടച്ച്. ട്രാവൽ സേഫ്. യുവർ ഫ്രണ്ട് ആൻഡ് ഏജൻറ്റ്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏജൻറ്റും നമ്മുടെ ഫ്രണ്ടും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും. അല്ലടാ, ഇവിടെ തന്നെ ചെയ്യണ്ടേ? ഇവിടെ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഓക്കെ, നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്കിങ്ങനെ അത് തന്നെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് കൺട്രോൾ ചെയ്യാനും പാടാണല്ലോ.
ഓക്കെ. എടി ഇതിനകത്ത് എന്തോ വെച്ചിട്ടാടാ നിറയ്ക്കണ്ടേന്ന് തോന്നൂട്ടാ. എടി ഇതിനകത്ത് എന്തോ വെക്കണോടാ. അത് ഇവിടെ നിന്ന് ഇട്ടും. എടാ ഇവിടെ നിന്ന് എന്തോ സാധനം കാണിക്കണ്ട ഇട്ടു. നമുക്ക് ഇങ്ങനെ വല്ലതും ചെയ്താൽ കിട്ടുമല്ലോ. ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ കുറച്ച് നടുക്കാക്കിയിട്ടുണ്ട് അവർ. എൻ്റെ അളിയാ ഇതെന്നെ സംഭവം ചെയ്യണ്ടേന്ന് അറിയാത്തേ. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ തുറക്കാൻ പറ്റുമോ? അപ്പോൾ മേളിലേക്ക് എന്തോ ഡോറുണ്ടല്ലോ. നമുക്ക് മേളിൽ കയറാൻ പറ്റൂടാ. ഓ ഈ ഗെയിം കൊള്ളാം ഗീസ്. ഈ ഗെയിം കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. എൻ്റെ അളിയാ അങ്ങനെ നൈസായിട്ട് തിരിയാം. ഓ ഇതിൻ്റെ ഗ്രാഫിക്സ് കൊള്ളാം ഗെയ്സ്. ഓക്കെ, നമ്മൾ വേറൊരു ഗെയിമിൻ്റെ പേരിട്ടായിരുന്നു. അല്ല, ഒരു ഗെയിമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയ്സ് നമ്മൾ വേറൊരു വീട്ടാണോ എന്തൊരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിൻ്റെയാണെന്നറിയില്ല ഗെയ്സ്. പിന്നെ എനിക്ക് കളിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്. എന്നെ കൈ നൈസായിട്ടൊന്ന് ചെറുതായിട്ട് എല്ലിനെന്തോ ചെറിയൊരു വേദനയുണ്ട്. അന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. ഇവിടെ എന്തോ കാണിക്കണ്ടല്ലോ. ഇതെന്നെ സാധനം. എൻ്റെ അളിയാ ഇത് ഇങ്ങാ. ഓ ഇവിടെ നിന്നാന്ന് തോന്നുന്നു. പോയി ഇങ്ങനെയാണ്. ഓക്കെ നമ്മൾ വൈനിക്കാൽ ഇരിക്കാം. അല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം? ഓക്കെ എടാ നമ്മളെന്തോ എടുത്തടാ. ഷുബാക്കടി. എടാ നമ്മളെന്തോ സാധനം എടുത്തിട്ടാ. അല്ല ഈ ഓക്കെ ഇത് കൊടുക്കാം. കൊള്ളാട്ടോ. ഈ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം. എടാ ഇങ്ങനത്തെ വേറെ ഗെയിംസിൻ്റെ വീഡിയോ ഒക്കെ ആയിടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കമൻറ്റ് ബോക്സ് നൈസായിട്ട് വർക്കിംഗ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എടാ എനിക്ക് തോന്നണേ നമുക്കിപ്പോൾ ഒരു സാധനം കിട്ടിയില്ല. അത് മിക്കവാറും ഇവിടെ കാണലാണെങ്കിലോ ഇതിന് സാധനം ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീക്കിവിടും. പക്ഷേ ഇത് എന്നാ സാധനമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എടാ ഇവിടെ എന്തോ കാണിക്കണ്ടല്ലോ. ഇവിടെ എന്തോ കാണിക്കുന്നു തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ബാക്ക് പാക്കൊക്കെ എങ്ങനെയാണ് ഓണാക്കണേ? ഇനി ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഷടാ ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയല്ലോ. എടാ സാധനം കിട്ടി. ടെസ്റ്റിംഗ് 1 2 3 എന്നൊക്കെ പറയണ്ടേ. എടാ നമുക്ക് എന്തൊരു സാധനം കിട്ടിട്ടോ. അത് ഇവിടെ കാണലാണോ? എടാ അത് ഇവിടെ കാണലാന്ന് തോന്നിട്ടാ. ആ വെച്ചു. ശേ ഇത് ഇങ്ങോട്ടേക്ക് തന്നെ ഉള്ളതാ. എടാ ചാടാനും പറ്റൂലേ? ഇതെന്താ സംഭവം? എടാ ഇത് മേളിലാന്ന് തോന്നൂട്ടാ. എടാ മേളിലാന്ന് തോന്നൂട്ടോ പ്രശ്നം. എന്താ എന്തോ പരിപാടി മേളിലുണ്ട്. ഇത് മേളിലത്തെ ഫോട്ടോയാണോ കാണിച്ചതെന്നൊരു സംശയമുണ്ട്. ഓക്കെ ഇവിടെ ഒന്നും ചെയ്യണ്ടല്ലോ.
അയ്യേ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എടാ നമുക്കിവിടെ ഒരു ഡോറുണ്ടല്ലോ അല്ലേ? അല്ലടാ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ഒന്നും കൂടെ ഇവിടെ ഒന്നും കൂടി. ഓക്കെ ഇത് നമ്മൾ ഞെക്കി. ഇനി ഇവിടെ എന്തോ എടുക്കണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തായിരുന്നുടാ. അതൊക്കെ നമ്മൾ എടുത്തു. പക്ഷേ ഇത് എന്താടാ ഇതിനകത്ത് ചെയ്യാനുള്ള നമ്മള്? ഇത് ഇച്ചിരി കഷ്ടപ്പാട് ഗെയിമാട്ടോ. എടി ഇവിടെ ഡോറുണ്ടാ, തുറക്കാനും പറ്റല്ലേ? തുറക്കാൻ പറ്റില്ലടാ. ഇതിൽ നോക്കടാ. ഇത് എന്താ എടി ഇങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ പേടിയാവണം കണ്ടാലും. ഇങ്ങനെ ഇങ്ങോട്ട് ഇതിനകത്തൊന്നും കയറാനല്ല. ലോക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ ലോക്ക് ഒട്ടിക്കാൻ ഇവിടെ എന്തോ ഇത് നമ്മൾ കണ്ടാലോ. ആക്റ്റോ എടാ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ആക്ട് എന്ന് പറഞ്ഞുണ്ട്. ആക്ടിൻ്റെ സാധനം അടി ഇത് എനിക്കൊന്നും മനസ്സിലാവണോ. ഇതൊരിക്കൊന്നും മനസ്സിലാവണട്ടാ. കാരണം നമ്മൾ കൺട്രോളർ വെച്ച് കളിക്കണാറ് ഇച്ചിരി പാടും കൂടെ. എനിക്ക് വലിയ കൺട്രോൾ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല. കാരണം ഞെക്കിയിട്ട് ഇവിടെയാണെങ്കിൽ ലോക്ക്ഡ് എന്നാണ് കാണിച്ചേക്കണേ കണ്ടോ. പക്ഷെ ഞാൻ ഇവിടെ ലോക്ക്ഡ് എന്ന് കാണിച്ചല്ല. എടി ഇവിടെ ഇരിക്കാൻ പറ്റുന്ന എടാ ഇവിടെ എന്തൊരു തൊളാണുണ്ടല്ലോ. ഇവിടെ ഇതാണ് എങ്ങനെയാന്ന്. ഇതല്ലേ എനിക്ക് ഈ സ്വിച്ചൊക്കെ ഒന്ന് വർക്കാവോ? ഈ സാധനം ആടെ ഇത്രയും നേരം നമ്മൾ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നേ ഇതിനു വേണ്ടിയായിരുന്നടേ. ഇവിടെ എന്താ കക്കൂസൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് പിടി വെള്ളം തുറന്നിട നമ്മുടെ. ഓക്കെ ഇവിടെ എന്തോ തന്നെ ലാഗ് മാറി. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇനിയൊന്നുമില്ലല്ലോ. എൻ്റെ ആളിയാ ലാഗ് എന്ന് പറഞ്ഞാ. ഓക്കെ അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഫ്രം റോയൽ റീഫ്ലക്സ്.